കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന ജ്ഞാനികൾ പൊയ്ക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെരോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദോസിൻ്റെ മരണം വരെ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്നും ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെരോദോസ് രോഷാകുലനായി. അവരിൽ നിന്നും മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബത്ലഹേമിലും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറ്റൊരു വാക്കി പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി ആദ്യമായി രക്തസാക്ഷിയായി തീർന്ന കുഞ്ഞുങ്ങളാണ്. ഹെരോദോസിൻ്റെ കാലഘട്ടത്തിൽ യേശുവാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് വധിക്കപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ഹെരോദോസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ജ്ഞാനികൾ തിരികെ വന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരാണ് യേശുവെന്നും അല്ലെങ്കിൽ മുന്നോട്ട് ലോകത്തിൻ്റെ രാജാവായി ആരാണ് മാറാൻ പോകുന്നതൊന്നും ഹെരോദോസിന് അറിയത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, ആണും കുഞ്ഞുങ്ങളെയും വധിച്ചു കളയാൻ പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടപ്പോൾ ഓരോ കുഞ്ഞിനെയും കൊല്ലുമ്പോൾ ഈ വധിക്കാൻ വന്നവർ വിചാരിച്ചിരുന്നത് ഇവനായിരിക്കാം യേശുവെന്നാണ്. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും, ആ കാലഘട്ടത്തിൽ വധിക്കപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളും യേശുവാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് വധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ പ്രതി രക്തസാക്ഷിത്വം ഏറ്റെടുത്ത കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞു പൈതങ്ങൾ എന്ന് സഭ ഉറപ്പിക്കുകയും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആഘോഷം സഭയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ നിഷ്കളങ്ക രക്തം അങ്ങനെ ചിന്തപ്പെടേണ്ടി വന്നത് യേശുവിനെ പ്രതി? നമ്മൾ വായനകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഹെരോദോസ് എന്ന് പറയുന്നവൻ്റെ ഇൻസെക്യൂരിറ്റിയാണ്, അവൻ്റെ സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ അവൻ്റെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഈ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചത്. നമ്മൾ എന്തുകൊണ്ട് ഈ നിഷ്കളങ്ക രക്തം ചിന്തപ്പെട്ടു എന്ന്, ഈ കുഞ്ഞുങ്ങൾ എന്തിന് യേശുവിനെ പ്രതി വധിക്കപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ കാരണമായിട്ട് നിന്നത് ഹെരോദോസിൻ്റെ ഭയവും അവൻ്റെ ആകുലതയും സ്വാർത്ഥതയാണ്, അധികാരത്തോടുള്ള മോഹമാണ്. തൻ്റെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയാണ് ഈ കുഞ്ഞുങ്ങളെ വധിക്കാനുള്ള കാരണം. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ടത്, ഇത്രയൊക്കെ മാനുഷികമായ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും അങ്ങനെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചു കളഞ്ഞിട്ടും ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്താൻ പറ്റിയില്ല. ദൈവം സ്വപ്നത്തിലൂടെ ജോസഫിന് തൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് ജോസഫിനെ സ്വപ്നത്തിലൂടെ ദൈവം ഉണർത്തിയിട്ട് ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഈജിപ്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു, പറയുന്നത് വരെ അവിടെ താമസിക്കാൻ. എന്തെല്ലാം രീതിയിൽ ദുഷ്ടൻ തൻ്റെ പ്രവൃത്തി നമുക്കെതിരെ ചെയ്തെന്ന് വന്നാലും
ദൈവം നമുക്കായി ഉറപ്പിച്ചിട്ടുള്ള ദൈവിക പദ്ധതികളെ തടസ്സപ്പെടുത്താനോ തകർക്കാനോ ശക്തമല്ല ശത്രുവിൻ്റെ പ്രവർത്തികളെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും ആലോചനയൊക്കെ ഉണ്ടായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെ വധിക്കാന്ന് പറഞ്ഞാൽ അത് ഈശോയും പെടും, നിശ്ചയമായിട്ട് പെടണം. അങ്ങനെ ഒരു ആലോചനയോടുകൂടി തന്നെയാണ് ഹെരോദോസ് ചെയ്തത്. എന്നിട്ടും ഇവന്റെ ആലോചന മനസ്സിലാക്കിയ ദൈവം ജോസഫിനെ സ്വപ്നത്തിൽ വിളിച്ചുണർത്തി പെട്ടെന്ന് ഈജിപ്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. നമ്മളിത് ആലോചിച്ച് നോക്കണം, ബത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എത്ര രാത്രിയുടെ യാമങ്ങളിൽ യാത്രയുണ്ട് ഈ കുഞ്ഞിനെ വഹിച്ചുകൊണ്ടുള്ള ഈ യാത്രയ്ക്ക്. പക്ഷേ ഔസേപ്പിതാവ് ഇത് കേട്ടപാടെ ദൈവത്തിൻ്റെ സ്വരം ഇന്നലകളിൽ സ്വപ്നത്തിൽ കേട്ടവനാണ് ഔസേപ്പിതാവ്. അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചത് അവൻ കണ്ടതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ, ദൈവത്തിൻ്റെ സ്വരത്തെ സംശയിക്കേണ്ടി വന്നില്ല. എത്ര കണ്ട് നമുക്കെതിരെ തിന്മ നിരൂപിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും പിശാചിനോട് കൂട്ടുകൂടി പ്രവർത്തിക്കരുത് നമ്മുടെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ദൈവസ്വരം കേൾക്കുന്നവരാണെങ്കിൽ ശത്രുവിൻ്റെ തീരുമാനങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ് എന്നുള്ള ഒരു സന്ദേശവും ദൈവീക പദ്ധതിയെ മാനുഷികമായ, മറ്റൊരു വാക്കി പറഞ്ഞാൽ നമ്മുടെ ഒന്നും കുരുട്ടുബുദ്ധി കൊണ്ട് ദൈവീക പദ്ധതിയെ നമുക്ക് തകർത്ത് കളയാൻ പറ്റില്ല. ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും കുഞ്ഞുങ്ങൾ അവിടെ വധിക്കപ്പെട്ടിട്ടും യേശുവിനെ ദൈവം വളരെ മനോഹരമായിട്ട് സ്വപ്നത്തിലൂടെ ജോസഫിന് ഒരു വാണിംഗ് കൊടുത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ തക്കവിധത്തിൽ ദൈവം ഒരുക്കിയത്. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്നൊരു ചിന്തയാണ്, എന്തിനാണ് ഈ നിഷ്കളങ്ക കുഞ്ഞുങ്ങളുടെ രക്തം ചിന്തിയത്? പാവം കുഞ്ഞുങ്ങളല്ലേ, എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇന്നും ഈ കാലഘട്ടത്തിലും 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും സ്വാർത്ഥത കൊണ്ടും സ്വകാര്യ ജീവിതത്തിൻ്റെ സന്തോഷം കൊണ്ടും എത്രയോ നിഷ്കളങ്ക രക്തം ആണ് നമ്മുടെ ഒക്കെ ജീവിതത്തിലും കുടുംബങ്ങളിലും ഉദരത്തിലും വെച്ച് കൊല്ലപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്യുന്നത്. അതും നമുക്കൊരു വിഷമവുമില്ല, അത് നമുക്ക് ഇന്നൊരു സങ്കടമല്ല. അന്ന് അനേകം കുഞ്ഞുങ്ങൾ അവർ യേശുവാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് യേശുവിന് വേണ്ടി രക്തസാക്ഷ്യം ചിന്തിയവരാണ്. ഇന്ന് നമ്മുടെ സ്വാർത്ഥത കൊണ്ട്, നമ്മുടെ തീരുമാനം കൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ടും നമ്മുടേതായ സ്വകാര്യ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി എത്രയോ നിഷ്കളങ്ക രക്തമാണ്, കുഞ്ഞുങ്ങളാണ് നമ്മുടെയൊക്കെ ഉദരങ്ങളിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. എത്രയോ പേരുടെ ജീവിതമാണ് നമ്മുടെ സംസാരം കൊണ്ട്, നിഷ്കളങ്കരായ എത്രയോ പേരുടെ ജീവിതമാണ് നമ്മുടെ സംസാരം കൊണ്ട് തകർന്നു പോയിട്ടുള്ളത്. നമ്മുടെ ചില വാക്കുകൾ കൊണ്ടും ചില അന്യായമായ സംസാരം കൊണ്ടും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും ഒക്കെ നമ്മുടെ വാക്കിലൂടെ എത്രയോ നിഷ്കളങ്ക രക്തം സമൂഹത്തിൽ ചിന്തപ്പെടാൻ തക്കവിധത്തിൽ നമ്മുടെ സംസാരം കാരണമായിട്ടുണ്ട്. ആത്യന്തികമായി നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഇന്നും ഈ കാലഘട്ടത്തിലും നിഷ്കളങ്കൻ്റെ രക്തം ചിന്തുന്ന ഒരു കാലഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിൽ നോക്കിയാൽ അബോർഷനൊക്കെ ലീഗലൈസാണ്. അതായത് കുഞ്ഞുങ്ങളെ കൊല്ലാം, ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്നു കളയാം ലീഗലി, ഒരു കുഴപ്പമില്ല, ആരുടെ പെർമിഷൻ ഒന്നും വേണ്ട. ഏതാനും ചില രാജ്യങ്ങൾ മാത്രമേ അതൊക്കെ ലീഗലൈസ് ചെയ്യാത്തുള്ളൂ. അനേകം രാജ്യങ്ങളിൽ ഉദരത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനെ കൊല്ലണോ? കൊന്നുകളയാം. ഇത് നിഷ്കളങ്ക രക്തമല്ലേ? പ്രതികരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുഞ്ഞ് പ്രതികരിക്കില്ലേ? ജീവനുള്ള നമ്മളെ കൊല്ലാൻ വന്നാൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? നമ്മളാരും വെറുതെ ഇരിക്കില്ല, നമ്മൾ പ്രതികരിക്കും. രക്ഷപ്പെടാനുള്ള സാധ്യത നമ്മൾ അന്വേഷിക്കും. ഇന്നും ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും സമാനമായ നിഷ്കളങ്ക രക്തം ചിന്തപ്പെടുന്ന അനുഭവങ്ങളിലൂടെ നാമും നമ്മുടെ തലമുറകളും കുടുംബങ്ങളും കടന്നു പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും സ്വകാര്യ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയൊക്കെ കണക്കുകൾ ഉള്ളത് കൊണ്ടാണ് ഇന്നും സമാനമായ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രക്തസാക്ഷികൾ, ഈ കുഞ്ഞുങ്ങൾ യേശുവാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് വധിക്കപ്പെട്ടവരാണ്. ഇവിടെ രക്തസാക്ഷിത്വ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിളിയും ഇത് തന്നെയാണ്. യേശുവാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതവും യേശുവിനെ പ്രതി രക്തം ചിന്തി മരിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പും ഒരു വിളിയുമാണ് സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത്. ഈ സ്വർഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.